അധികം ആളുകൾ വയനാട്ടിലേക്ക് കടന്നു ചെന്നു. ഒത്തിരി ആളുകൾ കണ്ടെത്താനായിട്ടും അല്ലെങ്കിൽ ഭക്ഷണമായിട്ടും വസ്ത്രമായിട്ടൊക്കെ എല്ലാ വിധത്തിലും ആളുകൾ സഹായിക്കുന്നതൊക്കെയായിട്ട് നമ്മൾ പത്രമാധ്യമങ്ങളിൽ വായിച്ചു. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കേട്ട ഒരു വാർത്തയുണ്ട്. ഇപ്പം പത്രത്തിൽ വായിച്ചറിഞ്ഞ ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദുഃഖിച്ച് കരഞ്ഞ് അല്ലെങ്കിൽ അവരുടെ ശരീരഭാഗങ്ങൾ പോലും കിട്ടാതെ ആളുകൾ ആ മുണ്ടക്കൈയുടെ ഒരു ദേശത്ത് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കണ്ടു, അവിടെ ഉണ്ടായിരുന്ന ചെറിയ 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 വീടുകളൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ ഉള്ളിൽ കയറി കുറേ ആളുകൾ മോഷണം നടത്തിയെന്ന് നമ്മൾ കണ്ടു. ചെറിയ, അതായത് ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന വീടുകളുടെ ഉള്ളിൽ കയറിപ്പോലും പണവും സ്വന്തം കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയതായിട്ട് നമ്മൾ വായിച്ചു. ഇത് വായിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കണം, നമ്മുടെയൊക്കെ മനസ്സുകൾ, നമ്മുടെയൊക്കെ ഹൃദയങ്ങൾ ഓരോ ദിവസം മുന്നോട്ട് പോകുമ്പോഴും കഠിനമായി കൊണ്ടിരിക്കുകയാണ്. ഫറവോയുടെ ഹൃദയം പോലെ നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ കഠിനമായി പോകുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം. എന്നാൽ അതേസമയം നമ്മുടെ പുറമേയുള്ള ജീവിതങ്ങളിൽ വലിയ കുഴപ്പങ്ങളൊന്നും സംഭവിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ഈ ഒരു വചനത്തെ ബേസ് ചെയ്ത് നമുക്ക് രണ്ട് തരത്തിലുള്ള സമൂഹത്തെ കണ്ടെത്താനായിട്ട് സാധിക്കും. രണ്ട് തരത്തിലുള്ള സമൂഹം. ഒരു സമൂഹം എന്ന് പറയുന്നത് പുറമേ ധാർമ്മികമായിട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്ന, ധാർമ്മികമായിട്ട് കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്യുന്ന ആളുകൾ. ഒരു സുഹൃത്തിനെ വഴിയിൽ വെച്ച് കാണുമ്പോൾ അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് ഒരാളെ കാണുമ്പോൾ കൂടെയുള്ള സുഹൃത്ത് ഒരു സഹായം ചോദിക്കുമ്പോൾ കൃത്യസമയത്ത് ചെന്ന് ചെയ്തു കൊടുക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഒരല്പം കൂടെ ആ വ്യക്തികളുടെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് കഴിയുമ്പോൾ, എന്ന് പറഞ്ഞ് സ്വകാര്യ ജീവിതങ്ങളിലേക്കൊക്കെ കടന്നു ചെന്ന് കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് ഈ പുറമേ സ്നേഹത്തോടെ സംസാരിക്കുന്ന വ്യക്തി കുടുംബത്തിൽ ചെന്ന് കഴിയുമ്പോൾ ഒരു ക്രൂരനായിട്ടുള്ള വ്യക്തിയായിട്ട് മാറുന്നുണ്ട്. ചിലപ്പോഴൊക്കെ അമ്മമാരൊക്കെ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇവരൊക്കെ വന്ന് പങ്കുവയ്ക്കുന്ന ഒരു കാര്യമാണ്, ചേട്ടനെ പുറമെ എല്ലാവരും സ്വീകരിക്കുന്ന ഒരു അമ്മച്ചി ഇങ്ങനെ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. എല്ലാവരും വളരെ സ്നേഹത്തോടെ ആളെ സ്വീകരിക്കുന്ന എല്ലാ കാര്യങ്ങളും ചേട്ടൻ ചെയ്തു കൊടുക്കും. പക്ഷെ വീട്ടിൽ വന്ന് കഴിയുമ്പോൾ ഭയങ്കര ദേഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാനസികമായി എല്ലാ രീതിയിലും വേദനിപ്പിക്കുന്നുണ്ട്. ഒരു കാര്യം പറയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ സംശയത്തോടെ നോക്കുന്നു. എന്നുവെച്ചാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്വസ്ഥതയില്ല. അപ്പം ഇങ്ങനെയുള്ള ആളുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രിയപ്പെട്ട ഇതാണ്. അതായത് പുറമേ ആരാധനയും എല്ലാം കാണിക്കുകയും എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹത്തിന് ഒരു അല്പം ഒരു തെല്ല് പോലും ഇല്ലാത്ത ആളുകളുടെ പ്രത്യേകത, അവര് സത്യത്തിൽ ആശ്രയിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തിയിൽ അല്ല. അവരാശ്രയിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തിയിലല്ല, മറിച്ച് സ്വന്തം ശക്തിയിൽ ആശ്രയിക്കുന്നവരാണ്. അധരങ്ങൾ കൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും ഹൃദയം കൊണ്ട് മാറി നിൽക്കുകയും ചെയ്യുന്ന ആളുകൾ. അവരാശ്രയിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തിയിലല്ല, മറിച്ച് സ്വന്തം ശക്തിയിൽ. എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തങ്ങ് പോയാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. എന്നാൽ ഹൃദയം കൊണ്ട് ആരാധിക്കുന്ന ഒരു സമൂഹമുണ്ട്, ഹൃദയം കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടം. അവരുടെ പ്രത്യേകത, അവര് വിശ്വസിക്കുന്നതും ശരണപ്പെടുന്നതും അത് ദൈവത്തിൻ്റെ കൃപയിലാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ ഒരുമിച്ച് പോകും. പക്ഷേ അത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തുക ബുദ്ധിമുട്ടാണ്. വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞൊരു കാര്യമാണ്, നമ്മുടെയൊക്കെ പ്രത്യേകതയാണ്. നമ്മൾ ഒത്തിരി യാത്രയ്ക്ക് പോകുന്ന ആളുകളൊക്കെ ഉണ്ടാകും. നമ്മൾ മനോഹരമായിട്ടുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ നമ്മൾ പോകും, അല്ലെങ്കിൽ പിക്നിക് സ്പോട്ടുകളിലൊക്കെ നമ്മൾ പോകും. നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ചിലപ്പോൾ നല്ല പ്രകൃതിയുടെ സൗന്ദര്യമായിരിക്കാം, അല്ലെങ്കിൽ ഒരു കടൽ തീരത്ത് പോയി ആ കടലിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോകും. പക്ഷെ ഇതെല്ലാം അവിടെയെല്ലാം പോയി ഈ സൗന്ദര്യമെല്ലാം നമ്മൾ ആസ്വദിച്ച് തിരിച്ചു വരുമ്പോഴും ഈ അഗസ്തീനോസ് ഓർപ്പെടുത്ത ഒരു കാര്യം എന്താണെന്നറിയോ? നമ്മുടെ ഉള്ളിലുള്ള സൗന്ദര്യത്തെ നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നില്ല. എന്ന് പറഞ്ഞാൽ ഈ സ്ഥലങ്ങളിലൂടെ എല്ലാം നമ്മളിങ്ങനെ യാത്ര ചെയ്ത് പോയി അവിടുത്തെ പുറമെയുള്ള സൗന്ദര്യം എല്ലാം നമ്മളിങ്ങനെ ആസ്വദിച്ച് നടക്കും. പക്ഷെ നമ്മൾ വിട്ടുപോകുന്ന ഒരു കാര്യമുണ്ട്. ആ വിട്ടുപോകുന്ന കാര്യം എന്താണ്? എൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഏറ്റവും സുന്ദരനായിട്ടുള്ള സൗന്ദര്യമുള്ള ക്രിസ്തുവിനെ ചിലപ്പോൾ നമ്മൾ
കണ്ടെത്താനായിട്ട് മറന്നുപോകും. ഈ സോളമൻ രാജാവിനെ കുറിച്ചുള്ള ബൈബിളിൽ ഇല്ലാത്ത ഒരു പുറമെ സംസാരിക്കപ്പെടുന്ന ഒരു കഥയുണ്ട്. ആ കഥ ഇങ്ങനെയാണ്. ഒരു 3 വ്യക്തികൾ, 3 പേര്, ഇന്നത്തെ പത്രത്തിൽ അത് കിടപ്പണം, നമ്മുടെ ദീപിക പത്രത്തിൽ ആ കഥ കിടക്കുന്നുണ്ട്. 3 ബിസിനസ്സുമാര് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന 3 ആളുകൾ, അവര് ഒരുമിച്ച് കൂടി അവർക്ക് കുറച്ച് കാശൊക്കെ കിട്ടി. ഇവർ ബിസിനസ് ചെയ്ത് കുറച്ച് കാശൊക്കെ കിട്ടി. ഈ കിട്ടിയ കാശ് ആരും എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഈ കാശ് ചെറിയ ഒരു കുഴിയെടുത്ത് ആ കുഴിയുടെ ഉള്ളിൽ ഇവർ ഈ കാശിട്ട് അത് മൂടി വെച്ചിട്ട് ഇവർ പോന്നു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇവർ തിരിച്ച് ഈ കാശെടുക്കാനായിട്ട് ഇവർ ചെല്ലുന്ന സമയത്ത് ഇവർ കാണുന്നത്, ഇവർ ആ കുഴിച്ചിട്ട പണം അവിടെ ചെന്ന് നോക്കിയപ്പോൾ ആ പണം അവിടെ കാണാനില്ല. അപ്പോൾ ഇവർക്ക് വലിയ സങ്കടമായി. ഈ സങ്കടത്തോടു കൂടി ഈ 3 ആളുകൾ സോളമൻ രാജാവിൻ്റെ അടുത്തെത്തുകയാണ്. ഇത് രാജാവിനോട് പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഞങ്ങളുടെ കളിയിൽ കുറച്ച് സമ്പത്തുണ്ടായിരുന്നു, പണം ഉണ്ടായിരുന്നു, ഞങ്ങളത് കുഴിച്ചിട്ടു. പക്ഷേ തിരിച്ചു വന്നപ്പോൾ ആ പണം കാണാനില്ല. പക്ഷെ ഒരു കാര്യം ഇവർക്ക് 3 പേർക്കറിയാം. കാരണം ഇവർ 3 പേരും പോയാണ് അത് ചെയ്തത്. അതുകൊണ്ട് ഇവരിൽ ആരെങ്കിലും ഒരാളായിരിക്കും ഇതെടുത്തിട്ടുണ്ട്. കാരണം വേറെ ആരും ഇത് കണ്ടിട്ടില്ല. ഇവരിൽ ആരെങ്കിലും ഒരാളായിരിക്കും ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സോളമൻ രാജാവ് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇന്ന് നിങ്ങൾ പോയിട്ട് നാളെ നിങ്ങൾ വാ, അന്നേരം നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ 3 പേരും പോയി. പിറ്റേ ദിവസം ഇവർ വരികയാണ്. വന്ന് സോളമൻ രാജാവിനെ കാണുന്നു. അപ്പോൾ രാജാവിനോട് സംസാരിക്കുമ്പോൾ രാജാവ് ഒരു സംഭവം ഇവരോട് പറയുകയാണ്. ആ സംഭവത്തിൽ 2 വ്യക്തികളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ചെറുപ്പം തൊട്ടേ ഒരുമിച്ച് വളർന്നു വരുന്ന ഒരു യുവതിയും ഒരു യുവാവും. അവർ വലിയ സ്നേഹത്തിലാണ്. അവർ ഒരു തീരുമാനമെടുക്കുകയാണ്, ഇനി കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമ്മൾ തന്നെ കല്യാണം കഴിക്കും. നമ്മൾ വേറെ ആരെയും കല്യാണം നമ്മൾ തന്നെ കല്യാണം. അത്രമാത്രം സ്നേഹത്തിൽ ഇവർ ജീവിക്കുന്ന ആളുകൾ. പക്ഷെ അവർ ഒരു കാര്യം കൂടി, ഒരു തീരുമാനം കൂടി ഇവരെടുത്തു. അവരിങ്ങനെ എടുത്തത്, കുറച്ചും കൂടെ നാളുകൾ കഴിയുമ്പോൾ, ഒരു വിവാഹപ്രായമൊക്കെ എത്തിക്കഴിയുമ്പോൾ, ഇനി വേറെ ഒരാളെ കെട്ടണമെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അടുത്തയാളോട് പറഞ്ഞ് പെർമിഷൻ മേടിച്ചിട്ടേ പോയി കെട്ടാവുള്ളൂ എന്നൊരു തീരുമാനം എടുക്കുക. എന്ന് പറഞ്ഞാൽ യുവതി വേറെ ഒരാളെ കെട്ടുന്നുണ്ടെങ്കിൽ ഈ സ്നേഹിക്കുന്ന യുവാവിനോട് പറഞ്ഞിട്ടേ പോയി കെട്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ 2 പേരും അത് സമ്മതിച്ചു. അങ്ങനെ കുറച്ച് നാളങ്ങനെ കഴിഞ്ഞ് ഇവർ പഠനത്തിന് മറ്റു കാര്യങ്ങളൊക്കെ ഇവരങ്ങനെ പോയി. പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ യുവതി വേറൊരാളെ കല്യാണം കഴിക്കുകയാണ്. യുവതി വേറൊരാളെ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പം കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് യുവതി ഒരു കാര്യം ഓർത്തത്. പണ്ട് ഇവൾ സ്നേഹിച്ചിരുന്ന യുവാവിനോട് ഇവളൊരു വാഗ്ദാനം ചെയ്തിരുന്നു. ആ വാഗ്ദാനം എങ്ങനെയാണ്? ഞാൻ വേറൊരാളെ കിട്ടുന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞിട്ടേ ഞാൻ പോയി കല്യാണം കഴിക്കത്തുള്ളൂ. ഇവള് അത് അന്നേരം ഓർക്കുക. ഉടനെ ഇവളുടെ ഭർത്താവിനോട് പറഞ്ഞു, ഇങ്ങനെ ഞാൻ നേരത്തെ ഞാൻ സ്നേഹിക്കുന്ന ഒരാളുമായിട്ട് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതുള്ളതുകൊണ്ട് ആ തീരുമാനം എനിക്ക് നിറവേറ്റണം. അപ്പോൾ ഈ ഭർത്താവും ഇവിടെ കൂട്ടത്തിൽ നിൽക്കുകയാണ്. അവൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കണം. അങ്ങനെ ഇവർ 2 പേരും ഈ യുവാവിനെ കണ്ടുപിടിക്കാനായിട്ട് ഇങ്ങനെ പരിശ്രമം നടത്തും. അങ്ങനെ അവസാനം ആ മനുഷ്യൻ ഇവർ കണ്ടുമുട്ടുന്നു. എന്നിട്ട് അവളായിട്ട് ഈ മനുഷ്യനായിട്ട് അവൾ സംസാരിക്കുകയാണ്. പറഞ്ഞു, നമ്മൾ പണ്ടൊരു വാഗ്ദാനം തീരുമാനം എടുത്തായിരുന്നു, ഞാൻ വേറെ ഒരാൾ കിട്ടുവാൻ നിന്നോട് പറയുമായിരുന്നു, അങ്ങനെ പറയണമെന്ന് അങ്ങനെ ഈ യുവതി യുവാവിനോട് പറഞ്ഞു, നീ എനിക്ക് അതിനുള്ള പെർമിഷൻ. അപ്പോൾ യുവാവിന് ഒത്തിരി സന്തോഷമാണ്, ആൾക്ക് പ്രശ്നമൊന്നുമില്ല, അവൾ വേറെ കല്യാണം കഴിച്ചോട്ടെ എന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ ഒപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ ഭർത്താവ് ഇവന് കുറച്ച് കാശ് വാഗ്ദാനം ചെയ്തിരുന്നു. നിനക്ക് ഇതിൽ നിന്ന് പിന്മാറണമെങ്കിൽ, കാശ് വേണമെങ്കിൽ, എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ തരാം എന്ന് പറഞ്ഞു. പക്ഷേ ഈ യുവാവ് ആ കാശ് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഈ യുവാവ് സ്നേഹത്തോടെ തൻ്റെ പഴയകാല കാമുകിയെ ഈ ഭർത്താവിനെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ഈ ഭർത്താവ് അങ്ങ് മാറിപ്പോവുകയാണ്. അപ്പം ഈ ഒരു കഥ ഈ സോളമൻ രാജാവ് പറഞ്ഞതിന് ശേഷം അദ്ദേഹം തൻ്റെ മുമ്പിലിരിക്കുന്ന 3 ആളുകളോട് ചോദിച്ചു. ഇങ്ങനെയാണ് ചോദിച്ചത്, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഈ 3 പേരിൽ ആരാണ്, അല്ലെങ്കിൽ ഈ ഒരു കേട്ടിട്ട് നിങ്ങൾക്കിതിൽ ആരാണ് ഏറ്റവും നന്മയോടെ അല്ലെങ്കിൽ നല്ലതായിട്ട് പ്രവർത്തിച്ച ആൾ ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ ആദ്യത്തെ മനുഷ്യൻ പറഞ്ഞു, ആ യുവതിയാണെന്ന് പറഞ്ഞു. കാരണം അവൾ വേറൊരു കല്യാണം കഴിച്ച് പോയെങ്കിലും അവൾ നേരത്തെ ചെയ്ത ആ ഒരു വാഗ്ദാനം അവൾ ഓർത്തു. എന്നിട്ട് അവൾ തിരിച്ചു വന്ന് ആ ഭർത്താവിനോട്, ആ മനുഷ്യനോട് പറഞ്ഞ്
ആ മനുഷ്യൻ്റെ പെർമിഷൻ മേടിച്ച് തിരിച്ച് യുവത്തിലേക്ക് പോയി. കാരണം നല്ലൊരു പ്രവൃത്തിയാണ് ആ യുവതി ചെയ്തെന്ന് ഒരാൾ. ഇപ്പം രണ്ടാമത്തെ ആൾ പറഞ്ഞു എനിക്ക് തോന്നുന്നത് യുവതി മാത്രമല്ല അവളുടെ ഭർത്താവും. കാരണം വേറൊരാളെ സ്നേഹിച്ചു, അവനായിട്ടൊരു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, തൻ്റെ ഭാര്യ, ഇപ്പോഴുള്ള ഭാര്യ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവളുടെ കൂടെ നിന്ന് ആ മനുഷ്യനെ കണ്ടുപിടിച്ച് അവൻ്റെ അടുത്ത് നിന്ന് വാഗ്ദാനം പെർമിഷൻ മേടിച്ച് തിരിച്ച് അവളെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നെങ്കിൽ, തിരിച്ച് അവർ ഒരുമിച്ച് ജീവിക്കാൻ വന്നെങ്കിൽ ആ മനുഷ്യൻ, അവർ രണ്ടുപേരും നല്ല ആൾക്കാരാണെന്ന് പറഞ്ഞു. മൂന്നാമത് ആളോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ആ കാമുകൻ അവൻ എന്തൊരു വിഡ്ഢിയാണ്. കാരണം ഈ ഭർത്താവ്, അവൻ്റെ കാമുകിയുടെ ഭർത്താവ് എത്രയോ കാശ് വാഗ്ദാനം ചെയ്തു, എന്നിട്ട് ആ കാശ് മേടിക്കാതെ അവൻ മാറിപ്പോയി. അവൻ എന്തൊരു വിഡ്ഢിയാണ് എന്ന് ഈ മൂന്നാമത്തവൻ പറഞ്ഞപ്പോൾ ഈ സോളമൻ രാജാവ് പറഞ്ഞത്, നീയാണ് ആ പണം മോഷ്ടിച്ചത്. കാരണം എന്താണ്? അവൻ്റെ കണ്ണുകൾ എന്തിലാണ് കേന്ദ്രീകരിക്കുന്നത്? അവൻ കേന്ദ്രീകരിച്ചത് പണത്തിലാണ്, സമ്പത്തിലാണ് അവൻ്റെ ശ്രദ്ധ. അവൻ കരുണയിലോ സ്നേഹത്തിലേക്ക് ഒന്നുമല്ല അവൻ നോക്കിയത്, പക്ഷെ അവൻ്റെ കണ്ണുകൾ പോയത് എവിടേക്കാണ്? പണത്തിലേക്കാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് അധരങ്ങൾ കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നവരുടെ പ്രത്യേകത. അധരങ്ങൾ കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നവൻ്റെ കണ്ണുകൾ പോകുന്നത് അത് ലോകത്തിൻ്റെ സുഖങ്ങളിലേക്കാണ്. അവൻ്റെ കണ്ണുകൾ, കാരണം ആ കണ്ണുകൾ അവൻ്റെ പ്രവൃത്തിയിലൂടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അധരം കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നവൻ്റെ കണ്ണുകൾ കടന്നു ചെല്ലുന്നത് അത് ലോകത്തിൻ്റെ സൗന്ദര്യത്തിലേക്കാണ്, അല്ലെങ്കിൽ ലോകം ഒരുക്കി തരുന്ന സുഖഭോഗങ്ങളിലേക്കാണ്. അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ലോകത്തിൻ്റെ മൈത്രിക്ക് പിന്നാലെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തോ, ലോകത്തോടുള്ള മൈത്രി അത് ദൈവത്തോടുള്ള ശത്രുതയാണ്. ലോകത്തോടുള്ള മൈത്രി അത് ദൈവത്തോടുള്ള ശത്രുത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈശോ ഓർമ്മപ്പെടുത്തുകയാണ്, നമുക്കൊരിക്കലും ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കാനായിട്ട് പറ്റത്തില്ല. ഈ മാമോൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് സാത്താൻ എന്ന് പറയാം. പക്ഷെ മാമോൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഒരു വ്യക്തി രൂപം നൽകുന്ന കാര്യമാണ്. അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഇസ്രായേൽ ജനം മോശയുടെ നേതൃത്വത്തിൽ ഈജിപ്തിൽ നിന്നും യാത്രയാവുകയാണ്. അപ്പോൾ യാത്രയാകുന്ന അവസരത്തിൽ നമുക്കറിയാം, ദൈവം എല്ലാ കാര്യങ്ങളും ഇസ്രായേൽ ജനത്തിന് വേണ്ടിയിട്ട് ഒരുക്കി ഇങ്ങനെ കൊടുത്ത് അവരിങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് ദൈവസ്വരം കേൾക്കാനും വേണ്ടി, ദൈവകൽപ്പന സ്വീകരിക്കാനും വേണ്ടിയിട്ട് മോശ പ്രാർത്ഥിക്കാൻ വേണ്ടി മലയിലേക്ക് പോവുകയാണ്. ദൈവസ്വരം കേൾക്കാൻ മോശ പോകുന്ന അവസരത്തിൽ നമ്മൾ കാണുന്നുണ്ട്, താഴെ ഈ മലയുടെ അടിവാരത്തിൽ നിൽക്കുന്ന ആളുകളെല്ലാം അവരുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണമെല്ലാം അത് ശേഖരിച്ച് അതെല്ലാം ഒരുക്കി അവരൊരു കാളക്കുട്ടിയെ ഉണ്ടാക്കുന്നു. ഈ കാളക്കുട്ടിയെ ഉണ്ടാക്കിയിട്ട് ഇവർ ചെയ്യുന്ന കാര്യം എന്താണ്? ഈ കാളക്കുട്ടിയെ ഉണ്ടാക്കി പിന്നെ ഇവർ ചെയ്യുന്നതാണ്, ഇവരതിനെ ആരാധിക്കാനായിട്ട് വന്നു, അല്ലേ? ഇവരതിനെ ആരാധിക്കാനായിട്ട് വന്നു. അത് ദൈവഹിത പ്രകാരമുള്ള ഒരു പ്രവൃത്തിയായിരുന്നോ? ഇല്ല. കാരണം അവരുടെ കയ്യിലുള്ളതിനെയെല്ലാം ഇവർ കൂട്ടിവെച്ചിട്ട് അതിനെ ഒരു രൂപം നൽകുകയാണ്. ഒരു കാളക്കുട്ടി രൂപം നൽകി ആരാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതെങ്ങനെയാണ്? നമ്മൾ ചിലപ്പോൾ ചില ആളുകൾക്കെന്ന് പറയുന്നത് ചിലപ്പം പണത്തിനോടാകാം, ചില ആളുകൾക്ക് വ്യക്തികളോടാകാം. ഇന്ന് കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും ഹീറോസും ഹീറോയിൻസും ഒക്കെ ഉണ്ടല്ലേ, സ്പോർട്സ് താരങ്ങളൊക്കെ. എന്ത് ചെയ്യാണ് ഇവര്? ഈ മാമോൻ എന്ന് പറയുന്നതാണ്, ഇവര് ആ വ്യക്തികളെ, വസ്തുക്കളെ ദൈവമായി കണ്ട് ഇവരുടെ ഉള്ളിൽ ദൈവത്തെക്കാൾ ഉപരിയായിട്ട് ആ വസ്തുക്കൾക്ക് പ്രാധാന്യം കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒന്നിന് പ്രാധാന്യം കൊടുത്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈശോ പറയുന്നു, മാമോനെയും നമ്മൾ ദൈവമായി കണ്ട് വലിയ സ്നേഹിതനായി കണ്ട് രൂപപ്പെടുത്തിയിരിക്കുന്ന ഇത്തരം വസ്തുക്കളെയും തമ്പുരാനെയും ഒരേ സമയം നമുക്ക് സ്നേഹിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം എന്താണ്? അങ്ങനെ സ്നേഹിക്കുന്ന ഒരുവന് ഒരിക്കലും ദൈവത്തെ ഹൃദയം കൊണ്ട് ആരാധിക്കാനായിട്ട് പറ്റത്തില്ല. ഹൃദയം കൊണ്ട് ദൈവത്തെ ആരാധിക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ലെങ്കിൽ ഒരിക്കലും ദൈവത്തിന്റെ ഹിതത്തെ തിരിച്ചറിയാൻ നമുക്ക് പറ്റത്തില്ല. ദൈവഹിതത്തെ തിരിച്ചറിയാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തീരുമാനങ്ങൾ പാളിപ്പോകും. നമ്മൾ കാണുന്നുണ്ട്, ഏലീശ പ്രവാചകനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ആദ്യ ഭാഗത്ത് 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഏലിയ പ്രവാചകൻ കർത്താവിനെ കുറിച്ച് ദൈവത്തിൻ്റെ വചനം എല്ലാം പറഞ്ഞ് അത്ഭുതങ്ങളെല്ലാം പ്രവർത്തിച്ചിങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന ജസബൽ രാജ്ഞി മറ്റുള്ളവർക്കെല്ലാം
ഭയങ്കരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട്. കാരണം ഈ ചെയ്യുന്ന കാര്യങ്ങളിലേക്കെല്ലാം ആളുകൾ ആകർഷിതരാകുകയാണ്. അപ്പം അത് കഴിഞ്ഞപ്പോൾ ഇവരൊരു തീരുമാനമെടുത്ത് എങ്ങനെയെങ്കിലും ഈ പ്രവാചകനെ ഇല്ലാതാക്കണം. ബാക്കി പ്രവാചകന്മാരെ, ഇസ്രായേലിൻ്റെ പ്രവാചകന്മാരെല്ലാം നശിപ്പിച്ചതുപോലെ ഈ പ്രവാചകനെയും ഇല്ലാതാക്കണം. അപ്പം ഇത് കേട്ട് ഈ പ്രവാചകൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നതായിട്ട്, മാറി പോകുന്നതായിട്ട് നമ്മൾ കാണുന്നു. അങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ നടന്ന് അവസാനം ഇദ്ദേഹം മരുഭൂമിയിലെത്തിയിട്ട് ഒരു കള്ളുമുൾച്ചെടിയുടെ കീഴെ ഇങ്ങനെ കിടന്നുറങ്ങുന്നത് നമ്മൾ കാണുന്നു. ഉറങ്ങുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ദൈവം തട്ടി വിളിക്കുന്നു എന്നാണ് വചനത്തിൽ പറയുന്നത്. തട്ടി വിളിച്ച് ഈ ഏലിയ പ്രവാചകനെ എഴുന്നേൽപ്പിച്ചിട്ട് പറയാണ്, കാക്ക കൊണ്ടുവന്നിരിക്കുന്ന ഈ ഭക്ഷണം നീ കഴിക്കുന്നു പറഞ്ഞു. ഇങ്ങനെ ഏലിയ പ്രവാചകൻ അത് കഴിക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അദ്ദേഹം അവിടെ കിടന്നുറങ്ങുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ദൈവം ഇദ്ദേഹത്തെ തട്ടി വിളിച്ചിട്ട് പറയുകയാണ്, നിനക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ഭക്ഷണ പാനീയങ്ങൾ കഴിക്കുക. കാരണം ഇത് കഴിച്ചാലാണ് എനിക്ക് മുന്നോട്ട് യാത്ര ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇത് കഴിക്കാൻ പറയുന്നത്. അപ്പം അങ്ങനെ ഈ ഏലിയ പ്രവാചകന്റെ അടുത്ത് കഴിച്ചു കഴിയുമ്പോൾ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, വചനം ഓർമ്മപ്പെടുത്തുകയാണ്, അതിനുശേഷം ഇദ്ദേഹം 40 രാവും 40 പകലും മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു. 40 രാവും 40 പകലും മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു. അപ്പം നമുക്കൊരു അത്ഭുതം തോന്നൂലേ, എന്ത് സാധനമായി ഈ മനുഷ്യൻ കഴിച്ചത്? ഭക്ഷണപാനീയങ്ങൾ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്തായിരിക്കാം ആ ഭക്ഷണപാനീയങ്ങൾ? കാരണം 40 രാവും 40 പകലും യാത്ര ചെയ്യാൻ മാത്രം ശക്തിയുള്ള ഭക്ഷണപാനീയം എന്തായിരിക്കാം ഈ മനുഷ്യൻ കഴിച്ചിട്ടുണ്ടാകും? ഒരു സംശയം. പക്ഷെ പ്രിയപ്പെട്ടവരെ, അതെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല. എന്തായിരിക്കാം അത്? മറ്റൊന്നുമല്ല, അത് വിശുദ്ധ കുർബാനയാണ് പ്രിയപ്പെട്ടവരെ. മറ്റൊന്നല്ല, വിശുദ്ധ കുർബാന. കാരണം നമുക്ക് വേണ്ടത് 40 ജീവിതത്തിൻ്റെ അന്ത്യം വരെ സഞ്ചരിക്കാൻ വേണ്ട ഊർജം ദൈവം എവിടെ കൂട്ടിവെച്ചിട്ടുണ്ട്? ഈ വിശുദ്ധ കുർബാനയിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു, ഈ ജനം മധുരം കൊണ്ട് ബഹുമാനിക്കുന്നു, ഹൃദയം കൊണ്ട് അകലെയാന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ അതൊരു കുറ്റപ്പെടുത്തലായിട്ട് എടുക്കേണ്ട കാര്യമല്ല. അതൊരു കുറ്റപ്പെടുത്തലായിട്ടല്ല എടുക്കേണ്ടത്, മറിച്ച് അത് ഒരു വിചിന്തനത്തിന് വേണ്ട ചിന്തയാണ്. ഞാൻ പത്രം വായിച്ചപ്പോൾ തന്നെ വേറൊരു ഫീച്ചർ ഞാൻ വായിച്ചു. ആ ഫീച്ചറിനകത്ത് പറയുന്നത്, ഈ ചെമ്പ് കൊണ്ട് ലോകത്തിൻ്റെ പലയിടങ്ങളിൽ നിർമ്മിച്ച പ്രതിമകളെക്കുറിച്ച് അതിൽ പറയുന്നുണ്ട്. പലയിടങ്ങളിലായിട്ട് ചെമ്പ് കൊണ്ട് നിർമ്മിച്ച പ്രതിമകൾ. അപ്പോൾ ഇതിൻ്റെ എഴുത്തുകാരൻ ഇങ്ങനെ വിദേശ രാജ്യങ്ങളിൽ, ന്യൂയോർക്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ കുറേ സ്ഥലങ്ങളിലൊക്കെ ഇദ്ദേഹം ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അവിടെയെല്ലാം പല പ്രസിദ്ധരായിട്ടുള്ള വ്യക്തികളുടെയൊക്കെ ഈ ചെമ്പ് കൊണ്ടുള്ള ചെറിയ ചെറിയ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചുള്ള വിവരണങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ വായിച്ചു പോയി കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ട കാര്യമാണ്, ആ പ്രതിമകളൊക്കെ ആയിട്ട് ചില ചരിത്രങ്ങളൊക്കെ ഓരോ സ്ഥലത്തൊക്കെ കിടക്കുന്നുണ്ട്. ചരിത്രം ഇത്രേ ഉള്ളൂ. ചിലപ്പം ആ പ്രതിമയുടെ മൂക്കിൽ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്പത്ത് ഭയങ്കരമായിട്ട് കൂടും, അല്ലെങ്കിൽ അതിൻ്റെ കൊമ്പിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ ബിസിനസ്സിലൊക്കെ വലിയ വളർച്ചയുണ്ടാവും, അല്ലെങ്കിൽ സന്തോഷകരമായിട്ട് ജീവിതം കിട്ടുന്ന കുറേ നിയമങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ എഴുത്തുകാരൻ എഴുതി വെച്ച ഒരു കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. ഈ ആളുകൾ ഏത് ഭാഗത്താണ് തൊട്ടത്, ആ തൊട്ട ഭാഗം മാത്രം നല്ല തിളങ്ങിയിരിക്കുന്നു. അതായത് ചിലപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ന്യൂയോർക്കിലുള്ള ഒരു കാളക്കുട്ടിയുടെ, ഈ സ്റ്റോക്ക് മാർക്കറ്റിനൊക്കെ ഒരു ചിഹ്നം ഉണ്ടല്ലോ, ഒരു കാളയുടെ. അപ്പോൾ ആ കാളയുടെ ചിഹ്നം, കാളയുടെ കൊമ്പിൽ ആളുകൾ തൊടും. അങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ ഈ കൊമ്പ് മാത്രം നന്നായിട്ട് തിളങ്ങി നിൽക്കുക, ബാക്കിയുള്ള ഭാഗത്തൊക്കെ ക്ലാവും കാര്യങ്ങളൊക്കെ വന്ന് അത് മങ്ങി നിൽക്കും. പക്ഷേ തൊട്ട ഭാഗം, ചില ആളുകളുടെ മൂക്കിലാണ് തൊട്ടിരിക്കുന്നത്. മൂക്കിൽ തൊട്ടിട്ട് മൂക്ക് മാത്രം നന്നായിട്ട് തിളങ്ങി നിൽക്കുന്നുണ്ട്, ബാക്കി ഭാഗങ്ങളൊക്കെ ക്ലാവ് പിടിച്ചിരിക്കും. അപ്പം എനിക്ക് തോന്നുന്നു പ്രിയപ്പെട്ടവരെ, ഇത് സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് സ്പർശനത്തിന് ഒരു പ്രാധാന്യമുണ്ട്. സ്പർശനം, ദൈവത്തിൻ്റെ സ്പർശനം. അപ്പം ഞാൻ ഓർക്കുകയാണ്, ഇതുപോലെയൊക്കെയാണ് നമ്മുടെ ജീവിതവും. നമ്മുടെ ജീവിതത്തിലും ഹൃദയം കൊണ്ട് ദൈവത്തെ നമുക്ക് ആരാധിക്കാൻ പറ്റണമെങ്കിൽ തമ്പുരാൻ്റെ ഒരു സ്പർശനം നമുക്ക് കിട്ടണം. ദൈവത്തിൻ്റെ ഒരു ടച്ച് നമുക്ക് വേണം. ഒന്ന് വലുതേരെ മൂർത്തി പറയാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഒരു സ്പർശനം എന്ന് പറഞ്ഞാൽ നിരന്തരം ഒരു മനുഷ്യൻ്റെ സ്പർശനം, ഒരു പ്രതിമയുടെ ഒരിടത്ത് തന്നെ നിരന്തരം വന്നു കഴിയുമ്പോഴത്തേക്കും ആ ഭാഗം ചെളിയൊന്നും അഴുക്കൊന്നും പിടിക്കാതെ അത് നന്നായിട്ട് ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ദൈവവുമായിട്ട് ഹൃദയത്തിൽ സംസാരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചാൽ അവൻ്റെ ഹൃദയം എപ്പോഴും നിർമ്മലമായിട്ടിരിക്കും. കാരണം അവിടെ ഒരിക്കലും ഒരു തരത്തിലുള്ള ക്ലാവും പിടിക്കത്തില്ല.
അവിടെ കറുത്ത നിറമുണ്ടാകത്തില്ല, മറിച്ച് എന്ത് സംഭവിക്കും? അതിങ്ങനെ തിളങ്ങിക്കൊണ്ടേ ഓരോ ദിവസം മുന്നോട്ട് പോകുമ്പോഴും അതിങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ തിളക്കത്തിനൊരു കാരണമുണ്ട്. ആ കാരണം എന്താണെന്നറിയോ? തിളക്കത്തിന്റെ കാരണം എന്നാണെന്നറിയോ? പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് എന്നറിയോ, പയ്യെ അത് തേയാനായിട്ട് തുടങ്ങും. തേഞ്ഞിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഈ തിളക്കം ഉണ്ടാകുന്നത്. തേഞ്ഞിട്ട്. അതുകൊണ്ട് പ്രിയരെ, അത് ദൈവത്തോട് ചേർന്നിരിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ ഉണ്ടല്ലോ, ദൈവം നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ആ പാപത്തിന്റെ സാന്നിധ്യത്തെ അവൻ പയ്യെ തേച്ച് കളയും. എന്ന് പറഞ്ഞാൽ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ, ദൈവത്തോടൊപ്പം നമ്മളും പയ്യെ അലിയാൻ തുടങ്ങും. ദൈവത്തോട് ചേർന്ന് നമ്മളും അലിയാൻ തുടങ്ങും. അലിയാൻ തുടങ്ങിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഹൃദയമാണെങ്കിൽ ആ ഹൃദയം അലിഞ്ഞ് ഇല്ലാതായി തീരും. ഹൃദയമില്ലെങ്കിൽ ജീവിക്കാൻ പറ്റുമോ? പക്ഷെ ഇല്ലാതായി തീരുക എന്ന് പറഞ്ഞാലും ഈ തമ്പുരാന്റെ വലിയൊരു പ്രത്യേകത എന്താണെന്നറിയാമോ? നമ്മുടെ ഹൃദയം കുറയുന്നതനുസരിച്ചുണ്ടല്ലോ, തമ്പുരാൻ ആ ഹൃദയം ഇങ്ങോട്ട് ചേർത്ത് വെക്കും. ഇത്ര സംഭവിക്കത്തുള്ളൂ. നമ്മുടെ ഹൃദയം കുറയും, പക്ഷേ അവരുടെ ഹൃദയം അങ്ങോട്ട് ഒട്ടിച്ചേരും. ക്രിസ്തുവിൻ്റെ ഹൃദയം അവിടെ ഒട്ടിച്ചേരും. ക്രിസ്തുവിൻ്റെ ഹൃദയം നമ്മുടെ ഹൃദയത്തോട് ചെയ്യുന്ന നമ്മുടെ വലിയൊരു പ്രാർത്ഥനയല്ലേ അത്? അല്ലേ? തിരുഹൃദയ ജപമാല ചൊല്ലുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? ഈശോയെ, എൻ്റെ ഹൃദയം അങ്ങയുടെ ഹൃദയം പോലെയാണ്. നമ്മുടെ വലിയ പ്രാർത്ഥനയാണ്. എന്നും നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യമാണ്. ദൈവമേ, എൻ്റെ ഹൃദയം അങ്ങയുടെ ഹൃദയം പോലെ ആക്കി തരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ ഹൃദയം പോലെ മാറണമെങ്കിൽ അവിടെ ദൈവത്തിന്റെ ഒരു സ്പർശനമുണ്ടാകണം. നമ്മൾ കാണുന്നുണ്ട്, വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ഈ ഏലിയ പ്രവാചകനെ ദൈവം തട്ടി ഉണർത്തുകയാണ്. ഏലിയ പ്രവാചകനെ ദൈവം തട്ടി ഉണർത്തി, ഇവിടെ എഴുന്നേക്കട എന്നപോലെ തട്ടി ഉണർത്തി തട്ട കൊടുക്കുന്നു. പക്ഷേ പുതിയ നിയമത്തിലേക്ക് വചനമായ ക്രിസ്തു അവൻ രൂപം ധരിച്ച് പരിശുദ്ധ അമ്മയിലൂടെ ലോകരക്ഷകനായിട്ട് അവൻ പുൽത്തൊഴുത്തിൽ വന്ന് പിറന്ന ക്രിസ്തു അവൻ ജനത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. എന്നിട്ട് സംഭവിക്കുന്ന കാര്യം എന്താ? ആളുകളെല്ലാം ഈ ക്രിസ്തുവിന്റെ അടുത്തേക്ക് ഓടിക്കൂടുകയാണ്. അതിൽ കണ്ണ് കാണില്ലാത്ത അന്ധരായിട്ടുള്ള വ്യക്തികളുണ്ട്, കുഷ്ഠരോഗികളുണ്ട്, അല്ലെങ്കിൽ രക്തസ്രാവം വലയുന്ന ആളുകളുണ്ട്, തളർവാദ രോഗികളുണ്ട്. ഇവരെല്ലാം ഈശോയുടെ അടുത്തേക്ക് ഓടിക്കൂടി കഴിയുമ്പോഴത്തേക്കും നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത എന്താണ്? അവരെല്ലാം ഈശോ എന്ത് ചെയ്യുന്നുണ്ട്? തൊടുക. ഈശോ അവരെല്ലാം തൊടുക. അവരത് പറയും, ഈശോ ഞങ്ങൾ രോഗികളാണ്, കണ്ണ് കാണത്തില്ല, നീ തന്നെ സൗഖ്യം എന്ന് അനുഗ്രഹിക്കുന്നു. ഈശോ എന്ത് ചെയ്യുന്നു? എൻ്റെ കണ്ണിൽ തൊടും. കുഷ്ഠരോഗികൾ വരും, തൊടു. കൈ നീട്ടി ഈശോ അവരെ കൈ നീട്ടി അവരെ തൊടുക. കാരണം അതിൻ്റെ അർത്ഥം എന്താണ്? ഈശോ ഇങ്ങനെ കൈ നീട്ടി അവരെ തൊടണമെങ്കിൽ അതിന് എന്തെങ്കിലും കാരണം ഉണ്ടാവോ? ഇപ്പൊ എന്നോട് ഇത്രയും ചേർന്നിരിക്കുന്ന ഒരാളെ തോന്നണമെങ്കിൽ എനിക്ക് ഇത്രയും കൈ നീട്ടേണ്ട ആവശ്യമുണ്ടോ? കാരണം അവര് മാറിയ നിന്നേ. പക്ഷെ അവരെ കൈ നീട്ടി തമ്മിൽ തൊടുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അല്പം നമ്മൾ ദൈവസന്നിധിയിൽ മാറി നിന്നാലും ആരവിടെ എത്തും? മാറി നിന്നാൽ ആരെത്തും? ഈശോ എത്തും. കാരണം അവൻ തൊടാൻ ആഗ്രഹിച്ച നമ്മുടെ മുമ്പിൽ നിൽക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവര് ഈ ഈശോയുടെ അടുത്തേക്ക് വരുന്നവരെല്ലാം ഈ കർത്താവ് തൊടുന്നുണ്ട്. അവന്റെ ഹൃദയത്തിൽ ദൈവം തൊടുക, അവന്റെ രോഗത്തിൽ തമ്പുരാൻ തൊടുക, അവന് ജീവിതത്തിന്റെ പാപത്തിന്റെ മേഖലയിൽ ക്രിസ്തു തൊട്ടു കഴിയുമ്പോൾ ഇവരെല്ലാം സൗഖ്യമുള്ളവരായിട്ട് മാറും. പക്ഷേ ഒരു കാര്യത്തിൽ മാത്രം, നമ്മളൊരു സംഭവത്തിൽ മാത്രം വചനം വായിക്കുമ്പോൾ ഒരു പ്രത്യേകത കാണുന്നുണ്ട്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈശോ നായിനിലെ ഒരു വിധവയൊക്കെ നേരിട്ട് കാണുന്ന ഒരു സംഭവം വചനത്തിൽ വായിക്കുന്നുണ്ടല്ലേ? നായിനിലെ വിധവയെ കാണുന്നുണ്ട്. അപ്പം വിധവ വലിയ സന്തോഷത്തോടു കൂടിയാണ് വരുന്നത്? അല്ല, എന്താണ്? കരഞ്ഞു വരിക. കാരണം എന്താണ്? അവളുടെ ഏക മകൻ മരിച്ചുപോയി. അപ്പൊ ശവമഞ്ചവുമായിട്ട് വരുന്ന ആ കൂട്ടത്തിൽ ഈ സ്ത്രീ വരുവാണ്. പക്ഷെ അവിടെ നമ്മൾ കാണുന്നുണ്ട്, കർത്താവ് തൊടുന്നത് ഈ മകന്റെ ശരീരത്തിലാണോ തൊടുന്നത്? അല്ല, അവിടെ പറഞ്ഞിട്ടുണ്ട് ശവമഞ്ചത്തിലാണ് തൊടുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു, എന്തുകൊണ്ടാണ് ഈ ശവമഞ്ചത്തിൽ കർത്താവ് തൊട്ടിട്ടുണ്ടാവുക? അല്ലേ, തിയോളജിക്കലി ഒരു കാരണം ഉണ്ടാകും. പക്ഷെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, കാരണം ഈ ശവമഞ്ചം എന്ന് പറയുന്ന അവന്റെ ശരീരത്തെ വഹിക്കുന്ന ഒന്നാണ്. പക്ഷെ അതിൽ തൊട്ടപ്പം അവന് ജീവൻ കിട്ടി. അവന് ജീവൻ കിട്ടി. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, എന്തായിരിക്കാം ഈ ശവമഞ്ചം സൂചിപ്പിക്കുക? അപ്പം ചിന്തിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. കാരണം നമ്മുടെയൊക്കെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന കുറേ മേഖലകൾ നമുക്കുണ്ട്, അല്ലേ? നമ്മുടെ ജോലി ഒരു മേഖലയാണ്, നമ്മുടെ ബന്ധങ്ങൾ അതൊരു മേഖലയാണ്,
അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആത്മീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന മേഖലകളൊക്കെയാണ്. എനിക്ക് തോന്നി കർത്താവ് ഈ ശവമഞ്ചത്തിൽ തൊട്ടു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും ആര് സ്പർശിക്കുന്നുണ്ട്? ഈശോ തൊടുന്നുണ്ട്. നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലയിൽ ഈശോ തൊടുന്നുണ്ട്. എന്തൊരു ഉദാഹരണം ഞാൻ ഓർക്കുന്നുണ്ട്. നാളുകൾക്ക് മുമ്പ് സംഭവിച്ച, ഞങ്ങളുടെ തന്നെ ഒരു കുടുംബത്തിൽ സംഭവിച്ച ഒരു കാര്യം ഞാനിങ്ങനെ ഓർക്കുന്നു. ഇങ്ങനെയാണ്, വെച്ചാൽ എൻ്റെ കുടുംബത്തിലൊരു ഒരു കസിൻ്റെ ഒരു സുഹൃത്തിൻ്റെ ജീവിതത്തിൽ വന്നേച്ച ഒരു കാര്യം. അദ്ദേഹം ഇങ്ങനെയാണ്, അദ്ദേഹം ഒരു ടിപ്പർ ലോറി ഓടിക്കുന്ന ഒരാളായിരുന്നു. ടിപ്പർ ലോറി ഓടിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ഇപ്പം നമുക്കറിയാലോ, സാധാരണ ആളുകൾ എന്തെങ്കിലുമൊക്കെ പഠനത്തിലൊക്കെ പിന്നോട്ട് നിൽക്കുന്നവരൊക്കെ ആണെങ്കിലും അവരുടെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർ ഏതെങ്കിലുമൊക്കെ ഒരു ജോലികളിലേക്കൊക്കെ അവർ ഇറങ്ങി, കാരണം കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെ ഈ മനുഷ്യൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വേറെ പഠിക്കാനായിട്ട് അങ്ങനെ അത്ര കഴിവൊന്നുമില്ല. അപ്പം അതുകൊണ്ട് അദ്ദേഹം തീരുമാനിച്ചതാണ് ഒരു വണ്ടി എടുത്ത് ഓടിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇദ്ദേഹം ഒരു വണ്ടി മേടിക്കും. വണ്ടി മേടിച്ചത് സ്വന്തം കാശ് കൊടുത്തൊന്നുമല്ല, അദ്ദേഹം ലോൺ എടുത്ത ഒരു വണ്ടി ഈ മനുഷ്യൻ മേടിക്കുന്നത്. അങ്ങനെ ഈ മനുഷ്യൻ ഈ വണ്ടി മേടിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. പക്ഷെ വണ്ടിക്ക് ഇദ്ദേഹം പ്രതീക്ഷിച്ച രീതിയിലുള്ള ഓട്ടം ഒന്നും കിട്ടുന്നില്ല. കാരണം ഓട്ടം ഓടിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഈ എടുത്ത ലോൺ എല്ലാം അടച്ചു തീർക്കണ്ടേ. പക്ഷെ ഇദ്ദേഹം പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഓട്ടം കിട്ടുന്നില്ല, ലോൺ അടയ്ക്കാൻ പറ്റുന്നില്ല. ലോണിൻ്റെ പലിശയും കാര്യങ്ങളും ഓരോ ദിവസം വരുമ്പോഴും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം സത്യത്തിൽ മൊത്തം തകർന്നുപോയി. ജീവിതത്തിൽ മൊത്തം തകർന്ന് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഈ മനുഷ്യൻ മാറി. അങ്ങനെ വലിയ ബുദ്ധിമുട്ടിലേക്ക് നമുക്കറിയാം. ഇന്നത്തെ ആളുകളൊക്കെ ചിന്തിക്കുന്ന ഒരു ചിന്തയാണ്, ഇനിയിപ്പം മുമ്പിലൊന്നുമില്ല, എന്നാൽ പിന്നെ എല്ലാം തീർത്തേക്കാം. മുമ്പിൽ വഴിയൊന്നും കിടക്കുന്നില്ല. ലോണും കടവും പലിശയും കാശ് മേടിച്ച ആളുകൾ ചോദിക്കാൻ വരുന്നു. കുടുംബത്തിലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. പിന്നെ അവസാനത്തെ അടുത്ത വഴിയാണ് എന്താണ്? ഇനിയിപ്പം എല്ലാം തീർത്തേക്കാം. അങ്ങനെ ഈ മനുഷ്യൻ അങ്ങനെ ചിന്തിച്ച് ഇദ്ദേഹം ഇങ്ങനെ ഏതായാലും ഇനിയിപ്പോൾ മരിക്കാനൊക്കെ ആയിട്ട് പോവുകയാണ്. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്തൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോയേക്കാമെന്ന് വിചാരിച്ച് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഇടവക ദേവാലയത്തിൻ്റെ മുറ്റത്തേക്ക് ഇദ്ദേഹത്തിന് ഈ വണ്ടിയൊക്കെ ആയിട്ട് അങ്ങ് ചെല്ലുക. വണ്ടി മുറ്റത്ത് ചെന്നു. പക്ഷേ ഇദ്ദേഹം വണ്ടിയിൽ നിന്ന് ഇറങ്ങിയൊന്നുമില്ല, വണ്ടിയിൽ തന്നെ ഇരുന്നത്. പക്ഷെ ഇരുന്ന് അറിയാതെ ഈ മനുഷ്യൻ ആ വണ്ടിക്കകത്തിരുന്നങ്ങ് ഉറങ്ങിപ്പോയി. കാരണം ഇങ്ങനെ ചിന്തകളും കാര്യങ്ങളൊക്കെ കിടക്കുമ്പോൾ മൊത്തം മനസ്സും ശരീരമൊക്കെ തളർന്നിരിക്കുക. അപ്പം ആ ഒരു തളർച്ചയിൽ ഈ മനുഷ്യൻ അങ്ങ് കിടന്നുറങ്ങിപ്പോയി. ഇറങ്ങിപ്പോയി കഴിഞ്ഞ് പിന്നെ ഈ മനുഷ്യൻ കണ്ണു തുറക്കുന്നത് ആ ഇടവകയിൽ വികാരിച്ചൻ വന്ന് തട്ടി വിളിക്കുമ്പോൾ, എടാ എന്നെ പറ്റിയിടാന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ വികാരിച്ചനോട് തൻ്റെ ജീവിതത്തിൻ്റെ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ അങ്ങ് വിവരിച്ചെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ വികാരിച്ചൻ പറഞ്ഞു, എടാ നീ ടെൻഷൻ അടിക്കുന്നു വേണ്ട, എല്ലാം ശരിയായിക്കോളും. ഒത്തിരി ഒന്നും പറഞ്ഞില്ല, നീ അസ്വസ്ഥപ്പെടുകയൊന്നും വേണ്ട, പക്ഷെ കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊള്ളും എന്ന് പറഞ്ഞു. പക്ഷെ ആ ഒരു വാക്ക് അത് ഈ മനുഷ്യൻ്റെ ഹൃദയത്തിൽ സ്പർശിച്ചു. ആ ഒരു വാക്ക് ഇവൻ്റെ ഹൃദയത്തിൽ സ്പർശിച്ചു. എന്നിട്ട് ഈ മനുഷ്യൻ അവിടെ നിന്ന് തിരിച്ചിറങ്ങുക. പക്ഷെ തിരിച്ചിറങ്ങുമ്പോഴും മുമ്പിൽ വാതിലുകളൊന്നും തുറക്കപ്പെട്ടിട്ടില്ല, പഴയ അവസ്ഥ തന്നെ. പക്ഷെ എന്തോ ഒരു പ്രതീക്ഷ ഉള്ളിൽ വന്നതുപോലെ ഈ മനുഷ്യൻ, എന്തോ ഒരു പ്രതീക്ഷ ഉള്ളിൽ നിറഞ്ഞതുപോലെ ഈ മനുഷ്യന് തോന്നുന്നുണ്ട്. അങ്ങനെ ഈ മനുഷ്യൻ പയ്യെ മുന്നോട്ട് പോയി കഴിഞ്ഞ് കുറച്ച് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പതിവില്ലാത്ത ഒരു ഫോൺ വിളി, ഒരു ഫോൺ ഇദ്ദേഹത്തിന് വരും. അപ്പോൾ ഇദ്ദേഹം ഫോൺ എടുത്തു പോയി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്താണ്. ഇതിൻ്റെ സുഹൃത്ത് വിദേശത്തുള്ള. അപ്പോൾ അദ്ദേഹം പറയാണ്, എനിക്കൊരു ആഗ്രഹമുണ്ട്. ആഗ്രഹം എങ്ങനെയുള്ളൂ, എനിക്കൊരു ലോറി മേടിക്കണം. മനുഷ്യൻ്റെ ആഗ്രഹം, എനിക്കൊരു ലോറി മേടിക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ പറഞ്ഞു, ഇവൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണെന്ന് പറയും. അപ്പോൾ പുള്ളി പറയും, അത് കുഴപ്പമില്ല, നിൻ്റെ ലോണ് ഞാൻ അടച്ചോളാം, നമുക്കൊരു ആ വണ്ടി നമുക്ക് ഓടിക്കാം. അങ്ങനെ ഈ സുഹൃത്ത് പറഞ്ഞതനുസരിച്ച് ലോണെല്ലാം അടച്ചിട്ട് ഇദ്ദേഹം ഈ വണ്ടി സ്വന്തമാക്കുക. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ പയ്യെ എന്ത് സംഭവിക്കാൻ തുടങ്ങി? ഓട്ടം കിട്ടാൻ തുടങ്ങി. കുറച്ച് നാളുകൾ കഴിഞ്ഞു, ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവരൊന്നോടെയും പങ്കിട്ട് ഒരു ലോറിയും കൂടെ മേടിക്കും. പിന്നെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞു, ഒരു ലോറിയും കൂടെ മേടിക്കുക. പിന്നെ ഒരു മാസം കഴിഞ്ഞു, ഒരു ലോറിയും കൂടെ മേടിക്കുക. അങ്ങനെ ആ മനുഷ്യൻ എല്ലാം ഒന്നുമില്ലാതിരുന്ന മനുഷ്യന് ഇപ്പം 4-5 ലോറിയും അതുകൂടാതെ വേറെ വണ്ടികളൊക്കെയാണ്. പക്ഷെ ഇതെങ്ങനെ സംഭവിച്ചു പ്രിയപ്പെട്ടവരെ? ഇതാണ് ദൈവത്തിൻ്റെ സ്പർശനത്തിൻ്റെ വൃത്തികത. ദൈവത്തിൻ്റെ സ്പർശനത്തിൻ്റെ വൃത്തികത അതുണ്ടല്ലോ. എല്ലാം തീർന്നു എന്ന് നമ്മൾ പറയും, എല്ലാം അവസാനിച്ചു എന്ന് പറയും. കാരണം എല്ലാം അവസാനിച്ചു എന്ന് പറയുന്നത്
ആരുടെ സ്വരമായിരിക്കാം? എല്ലാം തീർന്നു, ഇനി ഒന്നുമില്ല, നീ പോയി നശിപ്പിച്ച ജീവിതം ഇനിയിപ്പോ ഒന്നും വയ്ക്കണ്ട, നീ പോയി മരിച്ചാൽ മതി എന്ന ചിന്ത തരുന്നത് ആരാണ് പ്രിയപ്പെട്ടവരെ? അത് ദൈവം തരുന്ന കാര്യമാണോ? അല്ല, അത് ആദ്യം തരുന്നതാണ്, പിശാച് തരുന്നതാണ്. അവൻ പറയും ഇനി കാര്യമൊന്നുമില്ല, നിർത്തിക്കോ, ഇനി ആവശ്യമൊന്നുമില്ല, പള്ളി പോകേണ്ട ആവശ്യമൊന്നുമില്ല, മതി, ഇത്രയൊക്കെ മതി, പ്രാർത്ഥിക്കേണ്ട, മതി, നിർത്തിക്കോ, വചനൊക്കെ വായിച്ചത് മതി, നിർത്തിക്കോ. അത് പിശാച്. പക്ഷെ ദൈവം പറയുന്നത് എന്താണ്? കാരണം ലോകത്തിന്റെ ലോജിക്ക്, ലോകത്തിന്റെ നിയമത്തിന് ഒരു പ്രത്യേകത. ആ നിയമം പറയുന്നത് എന്താണ്? ഏറെ ദൈവഹിതത്തിന് എതിരായിട്ട് പറയത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ ലോജിക്കും, അതായത് സ്വർഗരാജ്യത്തിന്റെ നിയമങ്ങൾക്കും ലോകത്തിന്റെ നിയമങ്ങൾക്കും പ്രത്യേകതയുണ്ട്. പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ പറഞ്ഞതിൽ തന്നെയാണ്. കാരണം ഈ മനുഷ്യൻ എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞു, അത് ലോകത്തിന്റെ ലോജിക്കാണ്. പക്ഷെ ദൈവത്തിന്റെ ലോജിക്ക് എന്താ? അത് ഈ മനുഷ്യന് പുതിയൊരു തുടക്കത്തിന് കാരണമാണ്. കാരണം അവിടെ നിന്ന് ദൈവം ഈ മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരികയാണ് ജീവിതത്തിലേക്ക്. അവന് വീണ്ടും സ്വയം ദൈവസന്നിധിയിൽ താഴ്ത്തുന്നവനെ ദൈവം എന്ത് ചെയ്യും? അവൻ്റെ കരങ്ങളിൽ പിടിച്ച് അവൻ ഉയർത്തി നിർത്തും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ദൈവത്തിൻ്റെ ഒരു സ്പർശനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിക്കാൻ പോകുക. ദൈവത്തിൻ്റെ ഒരു സ്പർശനം, അത് നമ്മുടെ ഹൃദയത്തിൽ ഈ ദൈവത്തിൻ്റെ ഒരു സ്പർശനം കിട്ടാൻ വേണ്ടി. കാരണം ഹൃദയത്തിൽ ഈ തമ്പുരാന്റെ സ്പർശനം കിട്ടിയാലേ പ്രിയപ്പെട്ടവരെ നമ്മുടെ ആരാധനകൾ ഹൃദയത്തിൽ നിന്ന് ഉയരുന്നതാകത്തുള്ളൂ. ഈ ഒരു സ്പർശനം നമ്മുടെ ഉള്ളിൽ കിട്ടിയാലേ നമ്മുടെ പ്രാർത്ഥനകൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ളതാകത്തുള്ളൂ. കാരണം ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരാത്ത പ്രാർത്ഥനകൾക്കും ആരാധനകൾക്കും ചിലപ്പോൾ അത് സ്വർഗം വരെ എത്തത്തില്ല. അതിനു മുമ്പേ ആ സാധനം താഴേക്ക് പോകും. കാരണം അത് ഉള്ളിൽ നിന്ന് കടന്നു വരുന്നതല്ല. ഞാൻ പറഞ്ഞില്ലേ, ആദരം കൊണ്ട് ആരാധിക്കുന്നവരുടെ പ്രത്യേകത, ആദരം കൊണ്ട് മാത്രം ആരാധിക്കുന്നവരുടെ പ്രത്യേകത, അവർ ദേ ട്രസ്റ്റ് ഇൻ ദെയർ ഓൺ പവർ, അവരുടെ തന്നെ ശക്തിയിൽ അവരെ ആശ്രയിക്കുന്നു. അതൊന്നും ഞാൻ ഓർക്കുന്നുണ്ട്. പണ്ട് കുറേ നാളുകൾക്കെല്ലാം മുമ്പ് കണ്ട ഒരു ചിത്രകഥയാണ്. ഒരു ചിത്രകഥ. ആ ചിത്രകഥയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു വശത്തു നിന്നും ഒരു ട്രെയിൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വശത്തു നിന്ന് ഒരു ട്രെയിൻ ഇങ്ങനെ വളരെ വേഗത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഒരു കാർട്ടൂണാണിത്. അപ്പോൾ മറ്റ് ഒരു വശത്തു നിന്നും വളരെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാട്ടുപോത്ത്, നിങ്ങൾ പത്രത്തിൽ വായിച്ചാണ് പലയിടങ്ങളിലൊക്കെ ഇപ്പോൾ കാട്ടുപോത്ത് നാട്ടിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നേര്യമംഗലത്തെങ്ങാണ്ട് കഴിഞ്ഞ ദിവസം പത്രത്തിലൊരു ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ കാട്ടുപോത്ത്, നല്ല ശക്തിയുള്ള നല്ല ബലമുള്ള ഒരു കാട്ടുപോത്ത് ഒരു സൈഡിൽ നിന്ന് പാഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ആദ്യത്തെ ചിത്രം. രണ്ടാമത്തെ ചിത്രം വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ ട്രെയിനും ഈ കാട്ടുപോത്തും ഒരല്പം കൂടെ അടുത്ത് നിൽക്കുകയാണ്. ഇനി മൂന്നാമത്തെ ചിത്രത്തിൽ കാണുന്നത് എന്താണെന്നറിയാവോ? എന്തായിരിക്കും മൂന്നാമത്തെ ചിത്രത്തിൽ കാണാൻ സാധ്യത? മൂന്നാമത്തെ ചിത്രത്തിൽ എന്തായിരിക്കും തോന്നലുണ്ടോ ഇത് സംഭവിച്ച്? മൂന്നാമത്തെ ചിത്രത്തിൽ ഇത്രേ ഉള്ളൂ, ട്രെയിൻ മാത്രമേ ഉള്ളൂ, പോത്ത് ഇല്ല, ട്രെയിൻ മാത്രമേ പോകുന്നുള്ളൂ, പോത്തിനെ കാണാനില്ല. എന്ത് സംഭവിച്ചാണ്? എന്നിട്ട് എൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താണെന്നറിയോ? ഇതിന് ഈ 3 ചിത്രങ്ങളും കൊടുത്തിട്ട് അതിൻ്റെ ഏറ്റവും അടിയിൽ ഒരു അടിക്കുറിപ്പും കൂടെ കൊടുത്തിട്ടുണ്ട്. ആ അടിക്കുറിപ്പ് എന്തായിരിക്കും? പോത്ത് എത്തിയതുള്ളതല്ല, ഇങ്ങനെ എഴുതി വെച്ചിരിക്കുക. അതിങ്ങനെ എഴുതി വെച്ചിരിക്കുക. അതായത് ഒന്ന് മാറി നടന്നിരുന്നെങ്കിൽ. ആരോടാ ഒന്ന് മാറി? സത്യത്തിൽ ഇത് പോത്ത് ഉദ്ദേശിച്ചത് എന്താണ്? എനിക്ക് നല്ല ആരോഗ്യം, ബലം, കരുത്ത് എല്ലാം ഉണ്ട്, ഈ ട്രെയിനിനെ അങ്ങ് ആൾ വിചാരിച്ച് ഇടിച്ച് തെറിപ്പിച്ചങ്ങിടാന്ന് വിചാരിച്ചാണ് ഈ പോത്ത് വന്നത്. പക്ഷെ എല്ലാം നടക്കുമായിരുന്നോ? ഈ പോത്ത് ചമ്മന്തിയായി എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട, ഇതാണ് നമ്മൾ ദൈവീകമായിട്ടുള്ള നിയമങ്ങളിൽ നിന്ന് മാറി നടക്കാൻ തുടങ്ങുമ്പോഴുള്ള പ്രത്യേകത. കാരണം നമ്മൾ വിചാരിക്കും നമ്മുടെ കരുത്തുകൊണ്ട് എല്ലാം നേടിയെടുക്കാമെന്ന്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ കഴിവുകൾ കൊണ്ട് നമുക്കെല്ലാം നേടിയെടുക്കാം. പക്ഷേ ആ ചിന്തകളെല്ലാം പ്രിയപ്പെട്ടവരെ വ്യർത്ഥമാണ്. അതൊരിക്കലും നടക്കില്ല. കാരണം നമുക്കൊരിക്കലും തമ്പുരാനെ വെല്ലുവിളിക്കാൻ പറ്റില്ല. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പിശാച് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് നേരിട്ടൊന്നുമല്ല പിശാച് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് വളരെ വളഞ്ഞ വഴി. കാരണം പണ്ട് തൊട്ടേ പിശാചിൻ്റെ പ്രത്യേകതയാണ്, സൂത്രശാലിയാണ്, അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗങ്ങളൊക്കെ വായിച്ചു കഴിയുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, നമ്മുടെ ആദ്യ മാതാപിതാക്കന്മാർ പാപത്തിൽ വീണു പോകുന്ന സാഹചര്യം നമ്മളൊന്ന് നോക്കിക്കഴിയുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. എന്താണ്? ഇവരിങ്ങനെ തോട്ടത്തിലൂടെ
ആദവും ഹവ്വായും അവർ തോട്ടത്തിലൂടെ ഇങ്ങനെ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുക. അന്നേരം ഇവരുടെ അടുത്ത് ആരാണ്? പാമ്പ് വന്നിട്ട് പറയുകയാണ്, നിങ്ങളോട് ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു, പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞേക്കുന്നേ? തോട്ടത്തിന് നടുവിലുള്ള വൃക്ഷത്തിൽ നിന്ന് മാത്രം ഒന്നും കഴിച്ചേക്കരുത്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതിനുശേഷം പിശാച് പറയുന്നത് എന്താണ്? അത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റുള്ള സാധനമാണ്, പക്ഷേ എങ്ങനെയാകും? നിങ്ങൾ ദൈവത്തെ പോലെയാകും എന്ന് പറയും. അപ്പോൾ ശരിക്കും ആ ഒരു വാക്ക്, ആ ഒരു സെൻറ്റൻസ് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ആ സെൻറ്റൻസിൻ്റെ പ്രത്യേകത എന്താണ്? ദൈവം കഴിച്ചിട്ടില്ല, ചെയ്യരുതെന്നൊരു കാര്യം പറഞ്ഞു. പക്ഷെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആര് പറയുന്നുണ്ട്? പിശാച് പറയാം. നേരെ ഓപ്പോസിറ്റ്, അത് കഴിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും. നേരെ ഓപ്പോസിറ്റ്. സത്യത്തിൽ പ്രിയപ്പെട്ടവരെ, ഇവിടെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പിശാച് ഇവിടെ ഉപയോഗിക്കുന്നൊരു മാർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആദ്യം മനുഷ്യൻ്റെ ഹൃദയത്തിൽ പിശാച് നിക്ഷേപിക്കാൻ പോകുന്ന കാര്യം എന്താണെന്നറിയോ? നമ്മൾ വിശ്വസിക്കുന്ന ദൈവം അവൻ വിശ്വസ്തനായിട്ടുള്ള ആളല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കഴിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് പിശാച് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ദൈവം നിങ്ങളോട് കള്ളം പറഞ്ഞിട്ടുണ്ട്, അവനെ വിശ്വസിക്കരുത്. ആരെ? ഈശോയെ, ദൈവത്തെ എന്ത് ചെയ്യരുത്? കാരണം നമ്മൾ കള്ളം പറയുന്ന ആളാ. കാരണം അത് കഴിച്ചാൽ നിങ്ങൾ അവനെ പോലെയാകും. അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ആര് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്? ദൈവം നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട, ഇതാണ് ഇന്നും പിശാച് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നും നമ്മളിൽ പലരും ഈ പാപത്തിലേക്ക് വീണു പോകുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. കാരണം ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതൊന്നും കുഴപ്പമില്ല, പ്രശ്നമുള്ള കാര്യമൊന്നും അല്ല, നീ ചെയ്തോ, നീ ആശ്രയിക്കുന്ന ദൈവം വിശ്വസ്തനല്ല. അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ ഇത് ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്, നമ്മൾ വലിയ ഒരു സഹനത്തിലൂടെ പോകുന്ന അവസരത്തിലാണ്, നമ്മൾ വലിയ ഒരു ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന അവസരത്തിലാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഒരു നിയോഗത്തിന് വേണ്ടിയിട്ട് ദൈവസന്നിധിയിൽ നമ്മൾ പോയി പ്രാർത്ഥിക്കും. പക്ഷെ ഏത് നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോ ആ നിയോഗം ചിലപ്പം നടക്കാതെ പോകും. ഈ നടക്കാതെ പോകുമ്പോഴാണ് ആര് വരുന്നത്? ആശാൻ വരും, സൂത്രമായിട്ട് വരും. എന്നിട്ട് പറയും, ഇപ്പം നീ കണ്ടില്ലേ, നീ വിശ്വസിച്ച ആള് എങ്ങനെയുണ്ട്, എന്ത് ചെയ്യണ്? അപ്പം അവന് ഇനി വിശ്വസിക്കാൻ പറ്റുമോ? ഇത്ര നാൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ട് സാധനം കിട്ടിയിട്ടില്ല, പിന്നെ ആ ആളിൽ വിശ്വസിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇതാണ് പിശാചിന്റെ തന്ത്രം എന്ന് പറയുന്നത്. അവിടെ അവൻ നമ്മളെ കീഴടക്കാൻ നോക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്, ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളും വേദനകളും തരും. എന്തിനു വേണ്ടിയിട്ടാണ് സഹനങ്ങളും വേദനകളും തരുന്നത്? അതിന് വിശുദ്ധ അഗസ്തീനോസ് പറയുന്ന നല്ല ഒരു കൊട്ടേഷൻ, അദ്ദേഹം പറയുന്ന മനോഹരമായിട്ടുള്ളൊരു കൊട്ടേഷൻ. അതിങ്ങനെ അദ്ദേഹം പറയുകയാണ്, ജീവിതത്തിൽ സഹനങ്ങൾ കടന്നു വരുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാവോ? ഈ സഹനങ്ങളൊന്നും ഇല്ലാത്ത ഒരു ജീവിതത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാ. കാരണം ഇതൊന്നും ഇല്ലാത്തൊരു ജീവിതം ഉണ്ടല്ലോ അല്ലേ? ഈ മുട്ടിൻ്റെ വേദനയും കാലിൻ്റെ വേദനയും തലവേദനയും നടുവേദനയും ഒക്കെ ഇല്ലാത്തൊരു സ്ഥലം ഉണ്ടല്ലോ. അതെവിടെയാണത്? സ്വർഗം. ആ സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ, എന്ന് വെച്ചാൽ വേദന ഇല്ലാത്തൊരു ലോകത്തിലേക്ക് നമുക്ക് പോകണം. അതിനു വേണ്ടിയിട്ടാണ് അഗസ്തീനോസ് പറയുന്നത്, അതിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ എന്ത് തരുന്നത്? സഹനങ്ങൾ തരുന്നുണ്ട്. നമ്മുടെ ഒരു പ്രാർത്ഥനയെ കിട്ടിയില്ല എന്ന് വെച്ചാൽ അസ്വസ്ഥപ്പെടുകയൊന്നും വേണ്ട. ഒരിക്കൽ ഒരു ചേച്ചി, ആൾക്ക് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്ഥലം എങ്ങനെയെങ്കിലും വിൽക്കണമെന്നുള്ള വലിയ ഒരു ആഗ്രഹം ഉള്ളിലുണ്ടായി. സ്ഥലം വിൽക്കണം, കാരണം സാമ്പത്തികം അടിച്ചിരി ഞെരുക്കത്തില്ല. എന്നിട്ട് ഈ ചേച്ചി ചെയ്ത കാര്യം ഇത്രേ ഉള്ളൂ, നന്നായിട്ട് ഉപവസിച്ചു, പിന്നെ ജപമാലകളൊക്കെ ചൊല്ലി, നൊവേനയ്ക്കൊക്കെ കാശ് കൊടുത്തു, തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ പോയി. ഞാൻ ഇതെല്ലാം ചെയ്തു. പക്ഷേ ഇതെല്ലാം സ്ഥലത്തും പോയിട്ടും സ്ഥലം വിറ്റുപോയില്ല. ഇപ്പോൾ ആൾക്ക് ഭയങ്കര വിഷമമായി. കാരണം ഈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്ത് സംഭവിച്ചു? വേറെ മാറ്റമൊന്നും സംഭവിച്ചില്ല. കടം അങ്ങനെ നിൽക്കുന്നുണ്ട്, സ്ഥലം അതും അങ്ങനെ തന്നെയുണ്ട്, വേറൊന്നും സംഭവിക്കത്തില്ല. പക്ഷേ ഉണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, കുറച്ച് നാളുകൾക്ക് ശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചി പിന്നെ ആ കാര്യമൊക്കെ വിട്ടു. ഒരു 6-7 മാസം, അതല്ല 6-7 മാസമല്ല, എനിക്കൊന്ന് 2-3 വർഷങ്ങൾക്ക് ശേഷമാണ് ആ സ്ഥലം വിറ്റുപോയി. 2-3 വർഷങ്ങൾക്ക് ശേഷം. ചേച്ചി പ്രാർത്ഥിച്ചതെന്നാ 3 വർഷം മുമ്പാണ് പ്രാർത്ഥിച്ചത്, ഉപവസിച്ചതും ധ്യാനിച്ചതും ഒക്കെ 3 വർഷം മുമ്പാണ്. പക്ഷേ സ്ഥലം വിറ്റുപോയതെന്നാണ് 3 വർഷങ്ങൾക്ക് ശേഷമാണ് വിറ്റുപോയത്.
പക്ഷെ 3 വർഷങ്ങൾക്ക് ശേഷം വിറ്റുപോയപ്പോൾ ഒരു പ്രത്യേകത ചേച്ചി കണ്ടു. എന്നാ പറയാമോ? അതായത് 3 വർഷം മുമ്പ് ഈ സ്ഥലം വിറ്റായിരുന്നെങ്കിൽ കിട്ടുന്നതിൻ്റെ ഇരട്ടിയാണ് 3 വർഷം കഴിഞ്ഞപ്പോൾ കിട്ടിയത്. അപ്പം എന്താണ്, ചില കാര്യങ്ങളൊക്കെ ദൈവം ഇങ്ങനെ പിടിച്ച് വെക്കും. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? അതിൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് തരാൻ വേണ്ടി. ആ ദൈവത്തിൻ്റെ പ്രത്യേകത എങ്ങനെയാണ്? ചില കാര്യങ്ങൾ തമ്പുരാൻ ഇങ്ങനെ ഒതുക്കി വെക്കും. പക്ഷെ എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ഏറ്റവും, കാരണം നമുക്കറിയാം മക്കളെ സ്നേഹിക്കുന്ന ഒരപ്പൻ്റെ പ്രത്യേകത, ആ അപ്പൻ്റെ മകൻ ഞാൻ പിതാവിൻ്റെ അടുത്ത് എന്നിട്ട് ചോദിക്കും, പിതാവ് എനിക്ക് ചെറിയൊരു സൈക്കിൾ മേടിച്ചിട്ടുണ്ട്, അത്യാവശ്യമാണ്, എനിക്കൊരു സൈക്കിൾ വേണം, സൈക്കിൾ ഇല്ലാണ്ട് പറ്റത്തില്ല എന്ന് പറയും. പക്ഷെ അപ്പം പറയും, എടാ ഇപ്പം ഇല്ല, കാശില്ല, ഇപ്പം പറ്റത്തില്ല എന്ന് അപ്പം പറയും. കാരണം ചിലപ്പം അപ്പൻ്റെ കയ്യിൽ ഒരു സൈക്കിൾ മേടിക്കാനുള്ള കാശ് അന്നേരം ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ അപ്പം പറയും ഇപ്പോൾ വേണ്ടാന്ന് പറയും. എന്തിനു വേണ്ടിയിട്ടാണ്? കാരണം അപ്പൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താണ്? എൻ്റെ മകന് ഏറ്റവും നല്ലത് കൊടുക്കണം, ഏറ്റവും ബെസ്റ്റായിട്ട്. അപ്പോൾ അപ്പന് കുറച്ച് നാളും കൂടെ കഴിയുമ്പോൾ കുറച്ചും കൂടെ കാശ് കൂട്ടി വെച്ച് അവന് ഏറ്റവും നല്ല ഒരെണ്ണം മേടിച്ചു കൊടുക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതാണ് ദൈവത്തിൻ്റെ പ്രത്യേകത. ചിലപ്പം നമ്മൾ ചോദിക്കുന്ന സമയത്ത് അവൻ ചിലപ്പോൾ അത് തന്നെന്നിരിക്കത്തില്ല. ചിലപ്പോൾ ഇനി നമ്മൾ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചോദിച്ചാൽ കിട്ടത്തില്ല. അത് കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ആഗ്രഹങ്ങളെ, സ്വാർത്ഥപരമായിട്ടുള്ള ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ചോദിക്കുന്നെങ്കിൽ ചോദിച്ചുകൊണ്ടിരിക്കാം, സംഭവം കിട്ടത്തില്ല. പക്ഷേ ആത്മാർത്ഥമായിട്ട് ചോദിക്കും, ദൈവം തരും. ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് ദൈവം നമ്മുടെ ജീവിതത്തിൽ തരും. കാരണം അതാണ് ദൈവരാജ്യത്തിൻ്റെ നിയമം. ദൈവരാജ്യത്തിൻ്റെ നിയമം അതാ, ഏറ്റവും തൻ്റെ മക്കൾക്ക് ഏറ്റവും നന്മയായിട്ടുള്ളത് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തമ്പുരാനാണ് നമുക്കുള്ളത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? പിശാച് വന്ന് പറയും, നീ പ്രാർത്ഥിക്കാൻ പോകണ്ട, നീ വിശ്വസിക്കേണ്ട, നീ ആരിൽ ആശ്രയം വയ്ക്കുന്നു അവൻ നിന്നെ തകർക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പിശാചിൻ്റെ ഈ സൂത്രത്തെ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. ഈ പിശാചിൻ്റെ ഈ തന്ത്രത്തെ നമ്മൾ തിരിച്ചറിയണം. കാരണം നമ്മുടെ ആദ്യ മാതാപിതാക്കൾ വീണുപോയത് ആ ഒരൊറ്റ ഡയലോഗിലാണ്. നമ്മളും വലിയ മെച്ചമുള്ളവരാകാൻ സാധ്യതയില്ല, വീഴാൻ സാധ്യതയുണ്ട്. പക്ഷെ എങ്കിലും സൂക്ഷിക്കുക. പക്ഷേ എന്ത് ചെയ്യണം? എനിക്കിനിയും മുന്നോട്ട് പോകണം. കാരണം സഹനങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒരിക്കലും അവസാനിക്കാനായിട്ട് പോകുന്നില്ല. പക്ഷേ അതിനെക്കുറിച്ച് ഈശോയ്ക്ക് വളരെ കൃത്യമായിട്ട് അറിയായിരുന്നു, ദൈവത്തിന് വളരെ കൃത്യമായിട്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ടവരെ, അവൻ എന്ത് നമുക്ക് മുമ്പിൽ ഒരുക്കി തന്നിരിക്കുന്നത്? ഭക്ഷണപാനീയങ്ങൾ. ആത്മാവ് തളർന്നു പോകാതിരിക്കാൻ, ശരീരം തകർന്നു പോകാതിരിക്കാൻ അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് വേണ്ടി, നമ്മുടെ ജീവിതത്തിന് വേണ്ടി ഭക്ഷണപാനീയങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ആ ഭക്ഷണപാനീയങ്ങൾ എന്താണ്? അതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. വിശുദ്ധ കുർബാന നമുക്കറിയാം. വിശുദ്ധ ജോൺ മരിയ വിയനിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് ഈ ആർസിലെ ആ ഇടവകയിലേക്ക് കടന്നില്ല. നമുക്കറിയാം, ആരും ഇദ്ദേഹത്തെ സ്വീകരിക്കാനുണ്ടായിരുന്നില്ല, അല്ലേ? ആരും ഇല്ലായിരുന്നു. പിന്നെ ഒരു അമ്മച്ചി വന്ന് ആ എൻട്രൻസിൽ വന്നൊന്ന് നിന്നിട്ട് പോയി, പുതിയ വികാരിയച്ഛൻ എങ്ങനെയുണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ട്, വേറെ ഒന്നിനും വന്നതല്ല, പക്ഷെ ഒന്ന് വന്നിട്ട് പോയി എന്ന് പറയുന്നത്. പക്ഷെ പിന്നീട് അദ്ദേഹം ചെയ്തത് നമുക്കറിയാം. പിന്നീട് ഈ മനുഷ്യൻ എല്ലാ ദിവസവും ഈ കർത്താവിനെ എഴുന്നള്ളിച്ച് വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ഇദ്ദേഹം പ്രാർത്ഥിക്കുക. അതിന് മുമ്പിൽ ഇദ്ദേഹം മുട്ടുകുത്തി നിന്ന് കരങ്ങൾ വിരിച്ച് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഒരു മനുഷ്യൻ പോലും കയറാതെ വിസമ്മതിച്ച് മാറി നിന്ന ആ സ്ഥലത്തേക്ക്, ആ ദേവാലയത്തിലേക്ക് പിന്നെ ലക്ഷങ്ങൾ ഓടിക്കൂടുക. ഇദ്ദേഹം മുട്ടുകുത്തി കൈവിരിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ, കാരണം നമ്മൾ ഓർത്ത് നോക്കിക്കേ, ഒരു സ്ഥലത്തേക്ക് നമ്മൾ ആദ്യമായിട്ട് ചെല്ലുകയാണ്. എന്നിട്ട് ആ സ്ഥലത്തേക്ക് ചെന്നിട്ട് അവിടെയുള്ള ഒരു മനുഷ്യൻ പോലും നമ്മുടെ അടുത്ത് വന്നിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിനെ എത്രമാത്രം തകർക്കുന്ന ഒരു കാര്യമാണ്, അല്ലേ? കാരണം അന്നേരം ആ മനുഷ്യനുണ്ടാകുന്ന ഒരു മനസ്സിൻ്റെ ഒരു വ്യതയുണ്ട്. നമ്മൾ വലിയൊരു ഉത്തരവാദിത്തം ഏൽപ്പിച്ച ഒരു ഓഫീസിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ഒരു മനുഷ്യൻ നമ്മളെ മൈൻഡ് ചെയ്യാതിരെ നമുക്ക് ഭയങ്കര സന്തോഷമാവോ? ഞാൻ രക്ഷപ്പെട്ടല്ലോ ഒന്നായിരിക്കും പറയുന്നത്, ഇനി ഞാൻ ഇവിടെ നിൽക്കത്തില്ല, പോകുന്നവരെ. പക്ഷേ ഈ മനുഷ്യൻ മുട്ടുകുത്തി ദൈവത്തിൻ്റെ മുമ്പിൽ കരം പിടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവർ, ഒരു മനുഷ്യൻ പോലും കയറാതെ നിന്നിരുന്ന ആ ദേവാലയത്തിലേക്ക് ലക്ഷങ്ങൾ ഓടിക്കൂടുക, ഇടിച്ചു കയറുക. കാരണം എന്താണ്? ദൈവം ആ മനുഷ്യനിലൂടെ മനുഷ്യൻ്റെ ഹൃദയത്തെ തൊടാൻ തുടങ്ങി. മനുഷ്യൻ്റെ ഹൃദയത്തിൽ ദൈവം തൊടാൻ തുടങ്ങി. അവരുടെ അധരങ്ങൾ കൊണ്ടുള്ള ആരാധനകൾ മാറിയിട്ട് ഹൃദയം കൊണ്ടുള്ള ആരാധനയായിട്ട് മാറിയ
രഥനങ്ങൾ കൊണ്ടുള്ള ആരാധന മാറി ഹൃദയം തുറന്ന് ദൈവമേ ഞാൻ പാപിയാണെന്ന് ഈ പുരോഹിതന് മുമ്പിൽ ഏറ്റുപറയാനായിട്ടുള്ള കൃപ ആ മനുഷ്യർക്ക് ലഭിക്കാൻ തുടങ്ങി. കാരണം എന്താണ്? ഈ പുരോഹിതൻ തിരിച്ചറിഞ്ഞിരുന്നു, എനിക്കിനി മുന്നോട്ട് പോകണമെങ്കിൽ എനിക്ക് വേണ്ട ഭക്ഷണപാനീയങ്ങൾ അവൻ ഈ അൾത്താരയിൽ ഒരുക്കി വെച്ചിട്ടുണ്ടെന്നുള്ള ബോധ്യം അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിറഞ്ഞു. അദ്ദേഹത്തിന് ശക്തിയായിട്ട് മാറി അല്ലേ? വിശുദ്ധ ക്ലാരിയുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്ന ഒരു സംഭവമാണ്. വളരെ പ്രായമായി നടക്കാൻ പോലും ശക്തിയില്ലാതെ കിടക്കയിൽ കിടക്കുന്ന സമയത്താണ് ആ മഠത്തിലുള്ള കുറേ കന്യാസ്ത്രീകൾ ഓടി വന്ന് അമ്മയോട് പറയുന്നുണ്ട്, അമ്മേ നമ്മൾ താമസിക്കുന്ന കോൺവെന്റിന് ചുറ്റും കുറേ ആളുകൾ ഞങ്ങളെ ആക്രമിക്കാനായിട്ട് വന്ന് നിൽക്കുന്നുണ്ട്, ഞങ്ങൾ എന്തു ചെയ്യും? അവര് ഈ കോൺവെന്റും നശിപ്പിക്കും, നമ്മുടെ എല്ലാവരെയും ഇല്ലാതാക്കുമെന്ന് പറയും. ഈ സമയത്ത് ഈ പുണ്യവതി ചെയ്യുന്ന കാര്യം നമുക്കറിയാം. എന്ത് ചെയ്യുന്നുണ്ട് ഈ പുണ്യവതി? അവിടെ നിന്ന് പയ്യെ എഴുന്നേക്കാൻ പോലും പറ്റാത്ത ഈ അമ്മ പയ്യെ എഴുന്നേറ്റ് വന്ന് പള്ളിയിൽ വന്നു ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്തി പറഞ്ഞു, ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നവരാ, ആരാധിക്കുന്നവരാ, നിന്നിൽ വിശ്വസിക്കുന്നവരാ, നീ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സമയം നിനക്ക് മാത്രമേ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നമുക്കറിയാം ആ ആരാധന എടുത്ത് ഈ സിസ്റ്റേഴ്സിന് മുമ്പിലെല്ലാം ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് അല്ലേ? ആരാധന എടുത്ത് ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുന്നു. ആ സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഈ കോൺവെന്റ് ആക്രമിക്കാനായിട്ട് ചുറ്റും കൂടി നിൽക്കുന്ന ആളുകൾ വലിയ ഒരു ശബ്ദം, വലിയ കൊളമ്പടിയുടെ ശബ്ദം, അല്ലെങ്കിൽ വലിയ പട്ടാളക്കാർ നടന്നു നീങ്ങുന്നതിൻ്റെ ഒരു ശബ്ദം ഇവർ കേൾക്കുക. ഉടനെ ഇവർ പരസ്പരം പറഞ്ഞു, ഇവര് വേറെ ആരെയും വിളിച്ചിട്ടുണ്ട്, വലിയൊരു സേന നമ്മളെ ആക്രമിക്കാനായിട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഇവരെന്ത് ചെയ്യുന്നു? ഇവരെല്ലാം ഓടി രക്ഷപ്പെടുന്നു. അപ്പോൾ നോക്കിയേ പ്രിയപ്പെട്ടവർ, ഇതാണ് സ്വർഗത്തിൻ്റെ ചിന്ത. സ്വർഗത്തിൻ്റെ ചിന്ത നമ്മുടെ മാനുഷിക ബുദ്ധികൾക്കൊക്കെ അപ്പുറത്ത്. കാരണം അവൻ്റെ വഴികൾ വ്യത്യസ്തം. ഈ ജനത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വർഗ സൈന്യത്തെ ആരിറക്കുന്നുണ്ട്? ദൈവം ഇറക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഇതാണ് നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന് ഹൃദയം കൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ചുറ്റും പിന്നീട് വന്നു നിൽക്കുന്നത് ഈ സ്വർഗത്തിൻ്റെ സേനകൾ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയം മാറി ദൈവത്തിൻ്റെ ഹൃദയം പോലെയാകും. നമ്മുടെ വാക്കുകൾ മാറി ദൈവത്തിൻ്റെ വാക്കുകൾ പോലെയാകും. നമ്മുടെ ദേഷ്യം, നമ്മുടെ കഠിന ഹൃദയം മാറി നമ്മുടെ ഹൃദയം മറ്റുള്ളവരോട് കരുണ കാണിക്കുന്ന, സ്നേഹം കാണിക്കുന്ന ഒരു ഹൃദയമായിട്ട് മാറും. അത് പുറത്തല്ല, മറിച്ച് നമ്മുടെ സ്വകാര്യതയിൽ, നമ്മുടെ കുടുംബത്തോട്, നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ജീവിത പങ്കാളിയോട്, മക്കളോട് സ്നേഹം കാണിക്കുന്നവരായിട്ട് നമുക്ക് മാറാനായിട്ട് പറ്റും.